ഒരു ചെമ്മീൻ വെച്ചിട്ട് ഇന്ന് നല്ലൊരു ചെമ്മീൻ ബിരിയാണി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സൂപ്പർ കിടിലൻ ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും ഫ്ലോപ്പ് ആവില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മൾ പൊതുവെ തോടൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു വേസ്റ്റ് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് അത് ഭയങ്കര ഒരു ഈസി ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഈസി എന്നല്ല, ഒരു തൃപ്തി തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നടുവേ കട്ട് ചെയ്തിട്ട് ആ ഒരു വേസ്റ്റൊക്കെ കളയലാണ് കേട്ടോ പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ്, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു എന്നൊരു സംതൃപ്തി നമുക്ക് ലഭിക്കും. ചെമ്മീൻ ക്ലീൻ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എങ്കിലും ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈസി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അതോടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ആദ്യം വലിയ ചെമ്മീനാണെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു തലഭാഗത്തുള്ള തോട് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കാലൊക്കെ വരൂലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കണം കേട്ടോ, മുകളിൽ നിന്ന് താഴേക്ക് പൊളിച്ചെടുക്കുക. അല്ലാതെ നമ്മൾ കുഞ്ഞു ചെമ്മീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വലിച്ചൂരി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തോടൊക്കെ റിമൂവ് ആയിട്ട് വരും. അപ്പോൾ വലിയ ചെമ്മീനായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പൊളിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ വാലിൻ്റെ ഉള്ളിലും മാംസം ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ ഊരിയെടുക്കുക. എന്നിട്ട് തലയിൽ ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസിയാണ് കേട്ടോ. ആ ഒരു തല ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലും വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ നല്ല വേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ കത്രിക മുതുകിലൂടെ ഇങ്ങനെ കടത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെമ്മീൻ മൊത്തത്തിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതൊന്ന് വെള്ളം തോർന്നു വരാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിൽ 1/2 കിലോ ചെമ്മീനുണ്ട് കേട്ടോ. അപ്പോൾ മസാലയിലേക്ക് വേണ്ടിയിട്ട് 4 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് തോല് കളഞ്ഞിട്ട് നല്ല കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. സവാള കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. ഈ ഒരു ബിരിയാണി റൈസ് വലിയ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിടുക. ഒരു 30 മിനിറ്റ് ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ സവാള കട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ അരി കുതിർന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ റൈസിൽ ഒരു 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗമാണ് കേട്ടോ മാറ്റിയത്. ഇപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിടുകയാണ്. അപ്പോൾ നമ്മൾ മസാലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുമ്പോഴേക്കും അരി കുതിർന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതും ഒന്ന് കഴുകിയിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്തത്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഒലിവ് ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്തത്. അപ്പോൾ അത് കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് പകരം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴേ ആ ഒരു മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അങ്ങനെ ഇതാ ചെമ്മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു 1/2 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് അധികം സമയമായാലും കുഴപ്പമില്ല, ടേസ്റ്റ് കുറച്ചുകൂടി കൂടുകയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് അല്പം നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ ഏകദേശം 1 സവാള നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാനുണ്ട്, ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി സവാളയാണ് കേട്ടോ മസാലയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് മൂടി വെച്ച് കൊടുത്തോ അല്പം ഉപ്പ് ചേർത്തോ എങ്ങനെ വേണോ സവാള വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ തന്നെ വരണം സവാള. ആ ഒരു ടൈം വരെയും വഴറ്റിയെടുക്കുക. നല്ല മൊരിഞ്ഞ് വരണം കേട്ടോ, നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ റെഡിയായി കിട്ടണം.
എങ്കിലാണ് ഈ ഒരു പ്രോൺസ് ബിരിയാണിക്ക് അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു സവാള ഈ ഒരു ടൈപ്പിലാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റി ഈ ഒരു സവാളയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റോളം തുടർച്ചയായിട്ട് വഴറ്റി ആ ഒരു വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരൂലേ, ആ ഒരു ടൈമിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വഴന്ന് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. നമ്മൾ ഇതുവരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അടി കരിഞ്ഞു പിടിക്കാതെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കൊഞ്ചിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതാണ്. ഇനി ഒരു മസാലയിലേക്കും ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്തത്. പിന്നെ ഇതാ അറബിക് മസാല ഉണ്ടല്ലോ, അത് നമുക്ക് വാങ്ങാൻ കിട്ടും. ആ ഒരു മസാല ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം അറബിക് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. അപ്പോൾ ഇതും ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണിൽ കുറവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ചെമ്മീനിൽ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറി ആ ഒരു ഉള്ളിലേക്ക് മിക്സായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് കേട്ടോ ചേർക്കേണ്ടത്. പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് 2 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും ഒരു 2 മിനിറ്റോളം ഈ ഒരു തൈര് ഒന്ന് സെറ്റായിട്ട് വരട്ടെ ഉള്ളിലേക്ക്, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ച വെള്ളം 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഒരു മസാല ഒന്ന് ലൂസായിട്ട് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കൊഞ്ച് അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കൊഞ്ചെല്ലാം ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അധികം മൂപ്പിച്ച് കോരണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ ഒരു സൈഡ് ആയി കഴിയുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് റൈസ് റെഡിയാക്കാൻ തുടങ്ങാം. പാനിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല, നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2-3 കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഏലക്ക കുറച്ച് ഒരു 7-8 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കോലം പിന്നെ ഗ്രാമ്പൂ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരണം, എന്നിട്ട് വേണം നമുക്ക് അരി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയത്ത് ഇതാ കൊഞ്ച് ഞാൻ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് കോരി മാറ്റുകയാണ്. ഈ ഒരു ഓയിലില്ലേ, ഫ്രൈ ചെയ്ത ഓയിൽ നമുക്ക് കളയണ്ട, ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കൊഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഫ്രൈ ചെയ്ത കൊഞ്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈസ് റെഡിയാക്കുകയാണ്. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഒരു 30 മിനിറ്റ് കുതിർത്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു അരി ഡ്രെയിൻ ചെയ്തെടുത്തത്. അരി ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഗീയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ റൈസ് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ്. നേരത്തെ നമ്മൾ അരിഞ്ഞ സവാളയിൽ നിന്ന് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ഇടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അതൊരു 2-3 മിനിറ്റ് അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ ഒരു ഉള്ളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ മസാല റെഡിയായി കഴിയും. ഇനി നമുക്കിത് ദം ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ചോറ് റെഡിയാക്കിയ ആ ഒരു പാൻ തന്നെയാണ് കേട്ടോ, കഴുകിയിട്ടൊന്നുമില്ല. അതാണ് ആ ഒരു വെള്ള പാട് കാണുന്നത്. ഇതിലേക്ക് ഓനിയൻ ഫ്രൈ ചെയ്തില്ലേ, ആ ഒരു ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ആ ഒരു റൈസ് ചേർത്തതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചെമ്മീൻ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയറായിട്ട് ഈ റൈസിന് മുകളിലായിട്ട് നിരത്തിയിട്ട് കൊടുക്കാം. ആ ഒരു മസാലയുടെ മുകളിലേക്ക് വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്നര വിട്ട് നിറച്ചു കൊടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് റൈസും പിന്നെ അതിന് മുകളിൽ ബാക്കി വന്ന മസാലയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത ഓനിയനും പിന്നെ കുറച്ച് അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് കൊടുക്കുക. നട്ട്സും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണോളം ബിരിയാണി മസാല ഇതുപോലെ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആവുന്നതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് ഇങ്ങനെ 4-5 എണ്ണം കുത്തി വെച്ച് കൊടുക്കാം. ആ ഒരു മുളകിൻ്റെ ഫ്ലേവർ ഇറങ്ങാനും പിന്നെ മുളക് കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. ഇനി ഇത് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ദം ചെയ്തെടുക്കുക. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ഒരു 10 മിനിറ്റ് വരെ ഇത് തുറക്കാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചെമ്മീൻ മസാലയും ചോറും എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വിളമ്പാം. അപ്പോൾ അതാ നമ്മുടെ നല്ല ടേസ്റ്റുള്ള പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എനിക്ക് തരണം.